രാവിലെ എണീക്കുമ്പോൾ മഴ നല്ല തോർന്നൊരു ദിവസമായിരുന്നു കേട്ടോ. അതായത് മഴയൊക്കെ തോർന്നിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ മാത്രം ഇങ്ങനെ ചെറുതായി ഒറ്റി വീഴില്ലേ, ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാനിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഉമ്മർത്ത് ചെന്ന് നോക്കിയപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. മഴയൊക്കെ തോർന്ന് ഇങ്ങനെ ഒരു പ്രത്യേകത ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ചോറിനും ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. പുട്ടുണ്ടാക്കാനായിട്ട് പ്ലാൻ. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. വിൻഷേറിന്റെ കാപ്പിക്കുള്ള വെള്ളത്തിൽ നിന്നാലോ ഞാനിപ്പോൾ എൻ്റെ ഗ്രീൻ ടീ സെറ്റ് ചെയ്യണത്. അപ്പോൾ ആ വെള്ളം അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതേ തേജ് പതിവില്ലാണ്ട് നേരത്തെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അടുത്തൊന്ന് നോക്കിയതിന് ശേഷം ഞാൻ വേഗം കടലക്കറി വെക്കാനായിട്ടാണ് നോക്കണത്. സബോളയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ഒക്കെ ഇട്ട് ഒന്നിച്ച് ഞാൻ വേവിച്ചെടുക്കട്ടെ ചെയ്യുക. ഇത് നല്ല എളുപ്പപ്പണിയാണ്, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പുട്ടും കടലയും സെറ്റ് ആവണ നേരം കൊണ്ട് തന്നെ ഞാൻ വേഗം ചീരപ്പേരി വെക്കാനാണ് ഈ ചീര ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കണത്. പിന്നെ നോക്കിയപ്പോൾ ഇതേ കടലയുടെ വിസിലൊക്കെ കളഞ്ഞിട്ട് കടല സെറ്റാക്കി കേട്ടോ. അതിലേക്ക് ഇതേ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് വെന്ത കടലയും കൂടി മിക്സിയിൽ ഇട്ട് അരച്ചെടുത്തിട്ട് ആ കൂട്ട് അതിലേക്ക് ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി സെറ്റായിട്ടോ. പിന്നെ ഇത് വിൻഷേട്ടനുള്ളതാണ് കേട്ടോ ഞാനിവിടെ കൊണ്ടുവച്ചേക്കണത്. വിൻഷേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ വന്ന് നോക്കിയപ്പോൾ നല്ല മഴ പെയ്യണു. പിന്നെ അതേ വേഗം ചീരപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കണത്. വെളുത്തുള്ളി, സബോള, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക് ഇതൊക്കെ കൂടിയിട്ടിട്ട് വറുത്തെടുക്കൂട്ട കടുക് പൊട്ടിച്ചിട്ട്. അപ്പോൾ കുറേ പേര് നാളെ നമ്മുടെ മുരിങ്ങലുപ്പേരി വെച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ തേങ്ങയൊന്നും ഇടില്ലേന്ന്. അപ്പോൾ ഞങ്ങൾക്ക് തേങ്ങ ഇട്ടിട്ട് വെക്കണത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ചിരകി ഇടാത്തത്. ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ പരിപ്പും വെള്ളരിക്കും തക്കാളിയും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കും കേട്ടോ. അത് വേവണ നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ ഗ്രീൻ ടീ കുടിക്കുകയാണ്. പക്ഷെ ഗ്രീൻ ടീ ഒക്കെ ചൂടൊക്കെ പോയി നല്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു കയ്പ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെന്തതിന് ശേഷം കുക്കറിലെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ജീരകം കൂടി അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. പിന്നെ അത് അതിലേക്ക് വറുത്തിടാണ്. കടുകും കറിവേപ്പിലും ഉണക്കമുളകും കൂടിയിട്ട് കറിയിലേക്ക് വറുത്തിട്ടിട്ട് നമ്മൾ അങ്ങനെ അതേ ചാറുകറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം ഇൻഷേട്ടിന് കൊണ്ടുപോകാനുള്ള ചോറാട്ട പാത്രത്തിലാക്കണത്. അപ്പോൾ എക്സ്ട്രാ അതേ മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ. അപ്പോൾ അതും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ഉപ്പേരിയും കറിയും അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കും. ഇന്ന് ഞാൻ പാത്രങ്ങളൊന്നും കയ്യോടെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് നേരം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനമാണ് എല്ലാ പാത്രങ്ങളും കൂടി കഴുകുകട്ടോ ചെയ്തത്. പിന്നെ നമ്മുടെ കൊട്ടത്തളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി. കുറേ പേര് നമ്മുടെ കൊട്ടത്തളം അതായത് നമ്മുടെ പാത്രം കഴുകുന്ന ഏരിയ നല്ല രസമുണ്ട്, നല്ല സൗകര്യമുള്ള പോലെ തോന്നിയെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് തോന്നുന്നു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലിണ്ടർ ലീക്ക് ആയത് റെഡി ആയോ എന്ന്. അപ്പോൾ അത് ഗ്യാസിന്റെ ആൾക്കാർ തന്നെ വന്നിട്ട് അത് സാധനം റെഡിയാക്കി തന്നു. ഇപ്പൊ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്ലാബും അതുപോലെ തന്നെ ഗ്യാസും അവിടെ ലോഡ് ഇതേ തുടച്ച് വൃത്തിയാക്കി ഇടാട്ടാ. അങ്ങനെ ഇതേ കുറച്ച് കഴിഞ്ഞ് ഞാൻ നമ്മുടെ തേജപ്പന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവധി അവിടുന്ന് എന്നിട്ട് ഇപ്പുറത്ത് വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ വിൻഷേട്ട് ഇന്നലെ കൊടുന്ന കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കും വെള്ളം കുടിച്ചിട്ട് നേരെ തേജപ്പനെ കുളിപ്പിക്കാനായിട്ടാണ് പോണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.